വിഷ്വലി ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ BGM എല്ലാം കൊണ്ട് നല്ലതാണ്. പിന്നെ നമ്മളൊരു അതൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല, ലോക സിനിമ വേറൊരു രീതിയിലാണല്ലോ, ഇത് വേറെയാണ്. നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. കാരണം ഫുള്ള് കളർഫുൾ ആണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് CGI ഒക്കെ വരുന്നുണ്ട്, കുറേ CGI പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല, നമ്മൾ കണ്ടെങ്കിരിക്കും. തെലുങ്കിനെ പ്ലീസ് ചെയ്യുന്ന പോലെ കുറേ അനാവശ്യ സീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ട് നമ്മൾ മലയാളം ഓഡിയൻസിന് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാം ഒരു റിലീജിയൻ്റെ ഇതിൽ കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. കുട്ടികളായിട്ടൊക്കെ വന്നിരുന്ന് കാണാം, കാരണം വെച്ചാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ മാജിക്കും പിന്നെ അതെല്ലാം കൂടി വന്നേക്കുന്നതുകൊണ്ട് പൊതുവെ നല്ല ഇൻട്രസ്റ്റിംഗ് പടമാണ്. അത് കണക്ട് ചെയ്തേക്കാം. അതായത് മഹാഭാരതം നല്ല രാമായണം എല്ലാം കണക്ട് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഇതിലേക്ക് വന്നേക്കാണ്. അത് ഞാൻ പറഞ്ഞ MGR ഉലകറ്റും ബാലുവൻ സെയിം സബ്ജക്റ്റാണ്, പക്ഷേ സബ്ജക്റ്റ് ഇതാണെങ്കിലും അത് സയൻറ്റിഫിക് ആണ്, ഇത് പുരാണമാണ്. ജയറാമേട്ടൻ മലയാളത്തിൽ നിന്ന് മറ്റൊരു നടൻ ഇതേപോലെ ഒരു വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ്. ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ എടുത്തു പറയണം, ഭയങ്കര രസമായിട്ടുണ്ട് ഫൈറ്റുകൾ. ഹോളിവുഡ് ലെവലാന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായും ആ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ അത് കാണുമ്പോൾ അത് ഓരോ പ്രേക്ഷകനും അത് ഫീൽ ചെയ്യും, ഉറപ്പാണ്. കൊള്ളായിരുന്നു, നല്ല സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. VFX ആണെന്ന് തോന്നാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, മൊത്തത്തിൽ കൊള്ളായിരുന്നു. ഫൈറ്റ് സീനുകൾ